ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതായത് യൂസ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് വീക്ക്ലി 2 ടൈംസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ഒരു മാസം വീക്ക്ലി 2 ടൈംസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മുഖത്തെ കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറിയിട്ട് നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്തോളും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത്, അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി എടുക്കാം. മുൾട്ടാണി മിട്ടിക്കാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. മുൾട്ടാണി മിട്ടിയാണെങ്കിൽ അതേ അളവിൽ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുക. ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കോഫി പൗഡർ ആയാൽ മതി. 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ല എന്നാണെങ്കിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി യൂസ് ചെയ്യരുത്. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങാൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ കറിയിലെല്ലാം പാക്കറ്റിൽ വാങ്ങി ഉപയോഗിക്കില്ല, ഓരോരോ കമ്പനി പ്രോഡക്റ്റ്സ്, അത് യൂസ് ചെയ്യരുത്. കാരണം ഫേസിലിടുമ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യുക ആണുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഹണിയും കൂടി. ഹണി ഒരു 1/2 ടേബിൾ സ്പൂണോളം തന്നെ ഹണിയും കൂടി യൂസ് ചെയ്യുക. ഒരുപാട് പേര് ഹണി സ്കിപ്പ് ചെയ്യാവോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹണി സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിൻ അധികം ഡ്രൈ ആയി പോവാതിരിക്കാനെല്ലാം സഹായിക്കും ഈ ഹണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യുക. പക്ഷേ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞളിൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്താളിയ, ബാക്കിയെല്ലാം യൂസ് ചെയ്യുക. പിന്നെ ഈ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾ നിർബന്ധമായിട്ട് ഇടുന്നതാണ് നല്ലത്, ബെസ്റ്റ് റിസൾട്ടിന് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞതുപോലെ എല്ലാം ഇട്ടിട്ട് ചെയ്യാനാണെങ്കിൽ റിസൾട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്നവർ പറയും നിങ്ങളുടെ മാറ്റം. അത്രയും നല്ല ഫേസ് പാക്കാണിത്. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പാൽ എന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്തിട്ടില്ല, തിളപ്പിക്കൊന്നും ചെയ്യാത്ത പാലാണ് ആഡ് ചെയ്യുന്നത്. പാലിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് കോട്ടായി നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ഈ പാല് ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവൂ. അതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കയ്യിലാണെങ്കിലും നിങ്ങൾക്കിത് കയ്യിലും അതുപോലെ തന്നെ കഴുത്തിൽ, മുഖത്ത് എല്ലാം അപ്ലൈ ചെയ്യാം. ഞാനങ്ങനെ എന്താ പറയുക, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഫേസിൽ യൂസ് ചെയ്യാത്തത്. അല്ലാണ്ട് ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം ആർക്കും വരില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ഇപ്പോഴത്തെ കൈയിൻ്റെ കളർ നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എത്രത്തോളം കളർ ഉണ്ട് എന്നുള്ളത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ടിൽ എൻ്റെ കൈക്ക് വരുന്ന മാറ്റവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും മുഖവും കഴിയെല്ലാം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം തുടച്ചതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ ഇത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ ഈ മസാജിങ്, നമ്മൾ മുഖത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക, നമ്മുടെ മുഖത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ വെറുതെ നമ്മൾ മുഖം മസാജ് ചെയ്താലും നമ്മുടെ മുഖത്തിന് അത് നല്ലതാണ് കേട്ടോ. പിന്നെ മസാജ് ചെയ്യുന്നേരം എപ്പോഴും നമ്മൾ താഴെ, അതായത് നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ടേക്കായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. താഴോട്ടേക്ക് നമ്മൾ ഒരിക്കലും മസാജ് ചെയ്യരുത്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. സർക്കുലർ മോഷനിൽ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ടേക്കായിട്ട് നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഈ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരെപ്പോഴും മേലോട്ടേക്കാണ് നമുക്ക് മസാജ് ചെയ്ത എല്ലാ ക്രീമും അപ്ലൈ ചെയ്ത് തരിക. അപ്പോൾ ഞാനിത് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടും. അതിന് ശേഷം കാണാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിഞ്ഞ് പിടിക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് നിങ്ങളുടെ മുന്നിൽ തന്നെ കഴുകിയിട്ട് കാണിച്ചു തരാം.
അപ്പോൾ നമ്മളിത് കഴുകുന്ന സമയത്തും കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് മെല്ലെ പതിയെ മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഒരിക്കലും നമ്മൾ ഒരു ഫേസ് പാക്കും റിമൂവ് ചെയ്യുന്ന സമയത്ത് വെള്ളം നല്ലോണം അടിച്ച് കഴുകി ഇതാക്കി കളയാൻ പാടില്ല. മെല്ലെ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ സോപ്പ് ഇട്ടിട്ടൊന്നും ഒരിക്കലും കഴുകിയെടുക്കരുത്. സോപ്പ് ഇടുന്നതോടുകൂടി അതിൻ്റെ എല്ലാ എഫക്റ്റും പോവും. അപ്പോൾ കണ്ടോ, ഇപ്പം നോക്ക് എൻ്റെ കൈ എത്രത്തോളം കളർ വന്നിട്ടുണ്ട് എന്നുള്ളത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധനമെല്ലാം വേസ്റ്റായി പോകും തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യേണ്ട. ഞാൻ അത്രയും 100% റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്ത സാധനങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം മുഖത്ത് അലർജി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട കേട്ടോ. കാരണം ചിലർക്ക് ചെറുനാരങ്ങ പിടിക്കൂല, അതുപോലെ തന്നെ തൈര് പിടിക്കാത്തവരുണ്ടാവും, അതുപോലെ തന്നെ മഞ്ഞൾ പിടിക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരൊന്നെങ്കിൽ ആ ഒരു സാധനം സ്കിപ്പ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാന്നാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ഇട്ടാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുള്ളൂ. അല്ലാണ്ട് സാധനങ്ങൾ സ്കിപ്പ് ചെയ്ത് ചെയ്യുന്നവർക്ക് എനിക്ക് ഇത്ര റിസൾട്ട് എന്താ പറയുക ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും എൻ്റെ റിസൾട്ട് ഇതാണ്. ഫസ്റ്റ് യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ട്, ഉള്ള കളറിനേക്കാളും ഒരു 2 ഇരട്ടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് അതെന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.